നിങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഡ്രഗ് സൂക്ഷിക്കുന്നവരാരുമില്ല. ആര് പറഞ്ഞു? മയക്കുമരുന്ന് സൂക്ഷിച്ചവനെ എനിക്കറിയാം സാർ. എങ്കിൽ നിങ്ങൾ പറ, ആരാ? ദോ നിക്കുന്നു, അവനെ ആള്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഈ സിനിമ മുടക്കാനാണോ വന്നിരിക്കുന്നത്? ഇതുകൊണ്ട് സിനിമ മുടങ്ങുകയാണെങ്കിലേ അങ്ങ് മുടങ്ങിക്കോട്ടെ. മയക്കുമരുന്ന് നാടിന് ആപത്താണെന്ന് സിനിമയിൽ എഴുതി കാണിച്ചാ പോരാ, അത് പ്രവർത്തിച്ച് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്നവരാ, അല്ലേ മുത്തശ്ശി? ആ, അല്ലാതെ. അവന്റെ കൈ സാധനം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അവന്റെ പോക്കറ്റിൽ ഇല്ലെങ്കിൽ ആ ബാഗിൽ നോക്ക് സാറേ. ഇവിടെ ഇരിക്കുന്ന ബാഗുകളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. സർ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ഡ്യൂട്ടി. ഞങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. ദയവായി തടസ്സപ്പെടുത്തരുത്. കമാൺ, ഈ ലൊക്കേഷനിലുള്ള എല്ലാ ബാഗുകളും പെട്ടെന്ന് പരിശോധിക്കണം. സാറേ, അങ്ങനെയാണെങ്കിലേ പ്രിയങ്ക മോളുടെ ബാഗ് തന്നെ ആദ്യം അങ്ങ് പരിശോധിച്ചു. അതെ സർ, എന്റെ ബാഗിൽ നിന്ന് തുടങ്ങിക്കോ. അല്ല, ഞങ്ങൾക്കങ്ങനെ സൗജന്യമൊന്നും വേണ്ട സാറേ. എല്ലാവരെയും പരിശോധിക്കുമ്പോ ഞങ്ങളെന്തിനാ മാറ്റി നിർത്തുന്നേ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ മയക്കുമരുന്നെന്ന് കേൾക്കുമ്പോ തന്നെ എന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു പെരുപ്പ് അങ്ങോട്ട് കേറും. സാറേ, നമ്മുടെ പിള്ളേരെ ഇല്ലാതാക്കുന്ന സംഭവല്ലേ? സാറ് പരിശോധിക്കേ. ഇതിവിടെ നിന്ന് കണ്ടെടുത്തിട്ട് സാറ് പോയാ മതി. ഓക്കെ, നിങ്ങളുടെ ബാഗ് ഏതാ? ചെന്നെടുത്ത് കൊടുക്ക. ഓ, ഞങ്ങളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നതേ ശരത് എന്ന് പറയുന്ന ഒരു കൊച്ചനാ. അവനും അത് കണ്ടതാ സാറേ. നിങ്ങൾ ഈ പറയുന്ന ശരത്തിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവനൊരു ഡ്രഗ് ഡീലറാ. അവൻ മുങ്ങിക്കളഞ്ഞു. അയ്യോ, അവനെ പൊക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ ദൈവമേ, ചുറ്റുമുള്ളവരൊക്കെ കള്ളന്മാരാണോ? മോളെ പ്രിയങ്കെ, സാറിനെ ഇക്കാര്യം അറിയിച്ചത് നീയാണെന്ന് പറ. സർ, ലൊക്കേഷനിൽ ഡ്രഗ് ഡീൽ ഉണ്ടെന്നും സാറിന് മെസ്സേജ് അയച്ചത് ഞാനാ. ഞങ്ങൾക്ക് ലൊക്കേഷനിൽ നിന്ന് മെസ്സേജ് കിട്ടിയെന്നുള്ള സത്യ. പക്ഷെ അത് അയച്ചത് ഈ സിനിമയിലെ ഹീറോയിൻ മെറിനാണല്ലോ. ഈശ്വരനാണ് സത്യം, അത് അയച്ചത് ഞാനാ സർ. സാറേ, ഞാൻ അയപ്പിച്ചത്. അവരുടെ ഫോണിൽ നിങ്ങൾ എങ്ങനെയാ മെസ്സേജ് അയച്ചത്? അത് പിന്നെ അവര് കാണാതെ ഫോൺ എടുത്ത് അയച്ചതാ സർ. ഓ, ഒരു നുണ പറഞ്ഞൊപ്പിക്കുന്നതിന് ഇത്ര കള്ളത്തരമുണ്ടല്ലേ? രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എടുത്തിരുന്നു. ഇതിനു മുമ്പ് പോയ സിനിമകളിലും അത്യാവശ്യം കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്താ മുത്തശ്ശി ഇവിടെ ഇരിക്കുന്ന? ഞാൻ സാധാരണ ഇവിടെ അല്ലേ ഇരിക്കുന്നേ. ഈ നേരത്തെ ഇവിടെ എന്താ ഇരിക്കുന്നെന്ന് ഞാൻ ചോദിച്ചേ. ഈ നേരത്തിൽ എന്താ കുഴപ്പം? ഇന്ന് പ്രത്യേകത ഒന്നുമില്ലേ? എന്ത് പ്രത്യേകത? മുത്തശ്ശി പറഞ്ഞൊക്കെ മറന്നോ? ഈ 100 ചോദ്യം ചോദിക്കുന്നതിന് പകരം കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞ പോരെ. ഇന്നാ ശ്യാമ മാഡത്തിന്റെ പ്രോഗ്രാം ഉള്ളത് ടിവിയില്. ഓ, എന്തോ ഇന്റർവ്യൂ മറ്റോ ടിവിയില് അല്ലേ? ശ്യാമ മാഡത്തിന്റെ ജീവിതകഥ പറയാൻ പോവാ. ഞാൻ കരുതിയത് ഈ സമയമാകുമ്പോ മുത്തശ്ശി ടിവിയുടെ മുന്നിൽ ഉണ്ടാവുന്ന. ഓ, ഇതിലൊക്കെ ശ്രദ്ധിക്കാൻ എന്തിരിക്കുന്നു. പേരുകേട്ട ആളുകളാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ ഉണ്ടാവും, ജീവിതകഥ പറച്ചിലും ഉണ്ടാവും. ഇത് ശ്യാമ മാഡം പറയാൻ പോകുന്നേ. അതുകൊണ്ട് എനിക്കത് കേൾക്കണം, മുത്തശ്ശിയും കേൾക്കണം. ഞാൻ വന്നോളാം. അവനെവിടെ? വരുൺ? വരുൺ ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. ഞാനേ മുറിയിലൊന്ന് ചെന്ന് നോക്കട്ടെ.
എന്താടോ എന്നെ വിളിച്ചുണർത്തിട്ട് താൻ മുഖം തിരിച്ചു നിൽക്കുന്നത്? പിന്നെ എങ്ങനെ ഞാൻ നിക്കണ്ടേ? എന്ത് പണിയാ വരുണി കാണിക്കുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ താൻ എന്തിനെ കുറിച്ച് പറയുന്നത്? ഇവിടെയുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു പോയോ? TV കാണണ്ടേ? ഓ, ഈ നേരത്തെ ആരോടെ TV കാണുന്നത്? ഈ നേരത്തെ ടിവിയിൽ എന്താ ഉള്ളേ? ആ, എന്തുണ്ടല്ലേ എനിക്കൊരു താല്പര്യമില്ല. മര്യാദക്ക് എഴുന്നേറ്റ് വരുന്നുണ്ടോ? എന്തിനാന്ന്? ഒരു നുള്ളി വെച്ചെന്നുണ്ടല്ലോ. ശ്യാമ മേഡത്തിന്റെ പ്രോഗ്രാം ഇന്നല്ലേ, ഇപ്പോഴല്ലേ? ഓ, ഞാനത് മറന്നുപോയി. മറക്കും. അല്ലെങ്കിലും വലിയ പറച്ചിലാണോ? എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും മറക്കില്ല. പിന്നെ എങ്ങനെയാ മറന്നേ? ആ, പെണങ്ങണ്ട, നമുക്ക് അങ്ങോട്ട് പോയിരുന്ന് കണ്ടാ പോരെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, താൻ വിളിക്കുന്നതുകൊണ്ട് ഞാൻ വരുന്നതേ ഉള്ളൂ. സംഗതി ബോറാണെങ്കിൽ ഞാൻ ഇരുന്ന് ഉറങ്ങും. ശ്യാമ മേഡം അവരുടെ ആത്മകഥ പറയുന്നത് ബോറാണെന്നോ? എന്തൊക്കെയാ വരുണീ പറയുന്നത്?